വലിയ തങ്ങളുടെ ഖബറിൻ്റെ അവിടെ സിയാർത്ത് ചെയ്തിട്ട് ഫീൽഡിൽ പോവുകയാണ്. ഞങ്ങൾ കമ്മിറ്റികളൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രചാരണ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുകയും ചെയ്യും. അപ്പം തുടക്കം കുറിക്കുക. അല്ല, അതിലേക്ക് ഇപ്പം നമ്മൾ ഈ ഘട്ടത്തിൽ കിടക്കുന്നില്ല. നമ്മൾ പറയാൻ ധാരാളം ആശയങ്ങൾ തന്നെയുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഞങ്ങൾ കൊണ്ടുവന്ന വികസനങ്ങൾ ഈ ഇൻഡിവിജ്വലിൻ്റെ സംഗതിയിലേക്ക് അത് പോകണ്ടെന്ന് വിചാരിക്കുകയാണ്. അത് നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ അത് വേറെ കാര്യം. നമ്മളിപ്പോൾ അതിലേക്ക് അങ്ങ് കിടക്കേണ്ടത് വിചാരിക്കും. പൊന്നാനി നല്ല വിജയമുണ്ടാവും. തെരഞ്ഞെടുപ്പിന് ഒരിക്കലും ഈസിയായിട്ട് കാണരുത്, അത് ഗൗരവമായിട്ട് കാണണം. നല്ല വിജയം നമുക്ക് UDF ഉണ്ട്. പറ്റിയ ഒരു സാഹചര്യമാണ്. വളരെ ആളുകൾ വളരെ ആവേശത്തിലാണ്. അതൊക്കെ ജനാധിപത്യ സമുദായങ്ങൾ പറഞ്ഞു. അതും പ്രശ്നമില്ല. എല്ലാവരും വളരെ യോജിപ്പിലാണ്. കാരണം ഇപ്പോൾ ഇത് നമ്മൾ നോമിനേഷൻ്റെ ഇതൊക്കെ ഇപ്പോൾ ഇനി വരാൻ പോകുന്നുണ്ടെങ്കിലും ഇതിന് മുമ്പേ വർക്കുകൾ വന്നപ്പോൾ നമ്മൾ ഘടകകക്ഷികളൊക്കെ വളരെ സഹകരിച്ച് നടത്തി. ഇല്ല, അതിലൊന്നും കാര്യമില്ല. അതൊക്കെ ഓരോ വാർത്തകളൊക്കെ വന്നു എന്നല്ല, അതിനൊന്നും ഒരു പ്രശ്നമില്ല. വളരെ കോൺഗ്രസ് വളരെ ആക്റ്റീവായിട്ട് ഒരുപടി മുന്നിലാണ്, ഞങ്ങളെക്കാളും മുന്നിലാണ്. വളരെ ഞാൻ തന്നെ അവരുടെ പരിപാടി ധാരാളം പരിപാടികൾ അവർ സ്വയമേവ ആലോചിച്ച് ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉഷാറാണ് കാര്യത്തിലൊക്കെ. കൂടും എന്ത് അല്ല, അതൊരു കാര്യമില്ല. അതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ അദ്ദേഹം തമാശ പറയുന്നുണ്ടാവും. നമ്മളിപ്പോൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഇടയിൽ തമാശയൊക്കെ പറയട്ടെ, കുഴപ്പമൊന്നുമില്ല. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇലക്ഷനിൽ ആർക്കാടിനെ ക്രോസ് ചെയ്യണമെന്നാണ്. അങ്ങനെ ട്രെൻഡ് ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. 2009 അങ്ങനെയാണ് അതിൻ്റെ ട്രെൻഡ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനെ പ്രചരണത്തിൽ ഓരോ ഘട്ടങ്ങൾ. ഇപ്പോൾ ഇനി പ്രചരണത്തിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി ആളുകളെ കാണുക, അതിൻ്റെ പ്രചരണങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇന്ന് തന്നെ ഞാൻ തിരൂരിൽ ജനസമ്പർക്ക ഒരു ഇതുവരെയുണ്ട്, റോഡ് ഷോ വരെയുണ്ട്. അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് തന്നെ നമ്മളെ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ ബാക്കിയുള്ള ദിവസങ്ങളിലേക്കുള്ള പരിപാടികൾ ഇല്ല, 1 മാസം 13 ദിവസമല്ലേ ഉള്ളൂ. ഏവറേജാണ്. അതായത് നമ്മൾ 23 ആകുമ്പോഴത്തേക്കും ആണല്ലോ ഇവിടുത്തെ കഴിയല്ലോ. പ്രാദേശികമായി നിലനിൽക്കുന്ന CPM ലീഗ് തർക്കമൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നല്ലോ. അപ്പോൾ അതിന്റെ പ്രവർത്തനം എന്താ? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്. അത് ഞങ്ങളുടെ ഇഷ്യൂസ് ഇപ്പം സെറ്റിൽ ചെയ്യേണ്ടതില്ല. ഞങ്ങളുടെ ഇഷ്യൂ ഒക്കെ സെറ്റിൽ ചെയ്തു. വളരെ സ്മൂത്താണ്. അല്ല, അതിപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്കഷനിലേക്ക് നമ്മളിപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് നിങ്ങൾ ഇതാക്കുമ്പോൾ താത്വികമായ സംഗതി ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി ഡീറ്റെയിൽ നോക്കാം. മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡയമണ്ട്സിന് വേണ്ടി മാത്രമായൊരു എക്സ്ക്ലൂസീവ് ഷോറൂം മിത്ര ഡയമണ്ട്സ് ബോട്ടിക്. നൂതനമായ EF കളറും VVS ക്ലാരിറ്റിയും ഒത്തുചേർന്ന് IGS സർട്ടിഫിക്കേഷനോട് കൂടിയ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷൻസ്. കൂടാതെ അൺകട്ട് ഡയമണ്ട്സ്, പ്രഷ്യസ് ഓർണമെന്റ്സ്, ജന്മനക്ഷത്ര കല്ലുകൾ, നവരത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗവും. മാത്രവുമല്ല, മറ്റാരും നൽകാത്ത ബൈബാക്ക് ഗ്യാരണ്ടി മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ, അറിഞ്ഞു വിൽക്കാൻ. മിത്ര ഡയമണ്ട് ബോട്ടിക്, താഴെപ്പാലം, തിരൂർ. ഫോൺ 0494 2429 699.